അല്ലോ ആ കുട്ടി കുളിക്കണതൊക്കെ ഓനെടുത്തേ. എന്താക്കും മൊബൈൽ കാണുന്നു. പണ്ടാരൊക്കെ ഏടെ പോയി കിടക്കുകയാണ്. നിങ്ങൾ തൊള്ള തുറക്കണ്ട, ഞങ്ങൾ ഇവിടെ സിൽമാണിയാ. സിൽമ കാണാത്ത സിൽമ ടാക്കീസാ. സിൽമാളിൽ കൊണ്ടുപോയിട്ട് സിൽമ കാണിക്കണ ഒരാളി 10-18 കൊല്ലായില്ലേ നമ്മളെ കല്യാണം കഴിഞ്ഞിട്ട്. എന്നിട്ട് നിങ്ങൾ നീ വരയ്ക്ക് ഒരു സിൽമ ചെന്നിക്കോ. എടി മണിച്ചിത്രത്താഴ് എന്നുള്ള സിനിമ നമ്മൾ രണ്ടാൾ ഒരുമിച്ചല്ലേ പോയി കണ്ട്. അതെന്നെ റസിയൊക്കെ ഉണ്ടാകുന്നതിന് എത്രയോ മുന്നേ നമ്മളെ കല്യാണത്തിന്റെ പുതുക്കത്തിൽ കാണിച്ചില്ല എന്ന് പറയരുത്. ഇറങ്ങുന്ന എല്ലാ സിനിമകളും ഇവൻ ഡൗൺലോഡ് ചെയ്യുന്നുണ്ടുപ്പാ. മൾട്ടിപ്ലക്സ് പോയി കാണാന്ന ഞാൻ സ്കൂൾ എല്ലാരോടും പറയുന്നത്. അതോടെ എനിക്ക് വെയിറ്റ് കൂടി. അതിന് സിനിമ വെയിറ്റ് കൂടുവോ മോളെ? എന്റെ ഉപ്പ ഗമ കൂടിയ കാര്യ പറഞ്ഞു. ഈ സിനിമ ഉണ്ടല്ലോ ഇപ്പോഴും സിനിമകളിൽ ഓടുന്ന ദൃശ്യ സിനിമയാ. സിനിമകളിൽ പോയിട്ട് നമ്മളിത് കാണുകയാണെങ്കിലേ ഒരു 100-500 മോളിലാവും. നിങ്ങൾക്ക് അറിയത്? അതിന് എന്റെ മോൻ കണ്ടുപിടിച്ച വിദ്യ അത്. എന്തേ തമോനീന് പറയാ ഡൗൺലോഡിങ്. മോനാണിത്. അന്റെ മോനാരാന്ന് എനിക്ക് അറിയോ? ജഗജില്ലയാ. ജഗജില്ലയല്ല, ഓ മുട്ടുക്കനാ. മുട്ടുക്കൻ ഇങ്ങോട്ട് വാ. താത്താനി മാനെ പുതിയ പുതിയ സിനിമ കാണിക്കുന്ന മുട്ടുക്കേ. മോൻ എത്ര കഷ്ടപ്പെടുത്ത നിങ്ങൾക്ക് അറിയോ? മോൻ എന്ത് കഷ്ടപ്പാട്? നെറ്റിലൊക്കെ വിരൽ തുമ്പില. അല്ല മോനെ, ഈ നെറ്റിലും വിരൽ തുമ്പിലൊക്കെ സിനിമ കാണിക്കാൻ എന്ത് വിദ്യാണ്ട പഠിച്ചേ? ഉപ്പ അതുണ്ടല്ലോ, നമ്മളെ TV ചാനലിലെ കേബിളിന്ന് ഞാൻ നെറ്റ് എടുത്ത് ഇന്റർനെറ്റ് മാസം 800 രൂപയേ ഉള്ളൂ. അത് ആര് കൊടുക്കൂ? ഉപ്പ കൊടുക്കൂ. അല്ലാണ്ട് ആര് കൊടുക്കാനാ? നോക്ക്, രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ ഞാൻ കിടന്ന് പെടാപ്പാട് പെടുക. അതിന്റെ ഇടയ്ക്ക് ഓന്റെ ഇതിനാണോ ഇപ്പൊ എത്ര പാട് വരുന്നത്? സോ സിമ്പിൾ. ഇതാ നോക്ക്, മുട്ടിയില്ലേ? ഓ അതല്ല, മാസ ചെലവ് മുട്ടിക്കണ കാര്യമാണ് എന്റെ ഉപ്പ പറഞ്ഞത്. ഇന്റർനെറ്റ് വീട്ടിൽ അത്യാവശ്യമുള്ള ഒരു സാധനം. പഠിക്കാനുള്ള പലതും ഉണ്ടതില്ല. നെറ്റും വലയൊക്കെ ഉണ്ടായിട്ടില്ലേ ഞാനൊക്കെ പഠിച്ചേ. ഒന്ന് പേടിയായിരുന്നു. നിങ്ങൾ എന്ത് പഠിച്ചെന്നാ? ഞാൻ പയ്യെ 8 ഇപ്പോഴത്തെ +2 നാളത്തെ ഡിഗ്രി. മക്കള് തൽക്കാലേ പുസ്തകം നോക്കി പഠിച്ചാ മതി, സിനിമ കണ്ട് പഠിക്കണ്ട. സിനിമയിൽ കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ടുപ്പാ. പെൺകുട്ടികളെ കുളിസീന് മൊബൈൽ എടുക്കാൻ പാടില്ലാന്ന് ദൃശ്യം കണ്ടിട്ടല്ലേ ഞാൻ പഠിച്ചേ. അങ്ങനെ മൊബൈലിൽ പിടിച്ചാല് എന്നെ പോലുള്ള ഉമ്മമാര് ഓനെ തല്ലി കൊല്ലു. എന്നിട്ട് ഉമ്മാനെ രക്ഷിക്കാൻ മോഹൻലാൽ വന്ന് കള്ളത്തെളിവുണ്ടാക്കും. സിനിമ കളി കാണാൻ മാസം 100-800 രൂപ കൊടുക്കാൻ തൽക്കാലം നമ്മളെ കൊണ്ട് പറ്റൂല. ഉപ്പ ഒരുമാതിരി പിന്തിരിപ്പനാവരുത്. ഇപ്പത്തെ കാലത്ത് ഇന്റർനെറ്റ് ഇല്ലാത്ത ഏതെങ്കിലും പോരയുണ്ടോ? ഈ പെരയില്ലാത്ത പലതും ഉണ്ടോ? തുണി തിരുമ്പണ മിസ് ഉണ്ടോ? അവിടെ തണുപ്പിക്കാൻ AC ഉണ്ടോ? ഈ പൈസക്കാര് വാങ്ങിക്കൂട്ടുന്ന എല്ലാ സാധനങ്ങളും വാങ്ങിക്കൂട്ടാൻ നമ്മളെ കൊണ്ട് കൂട്ടിയാ കൂടൂല മോനെ. എന്നാലും കുട്ടിയൊക്കെ പഠിക്കാനുള്ളതുകൊണ്ട് ഓലിത് കണ്ട് പഠിച്ചോട്ടെ. നമുക്ക് പുതിയ പുതിയ സിനിമ കാണുകയും ചെയ്തൂടെ? പുസ്തകത്തിലുള്ള പഠിക്കുന്നില്ല ഒരു, എന്നിട്ടാ കമ്പ്യൂട്ടറിലുള്ള. കമ്പ്യൂട്ടർ ഉള്ളതും പഠിക്കാനുള്ളതാണ്. പെരയില് കമ്പ്യൂട്ടർ വെക്കണതേ കുഴപ്പത്തിനാന്ന് നമ്മള് കേട്ടിക്കണ്. മക്കള് തൽക്കാലം സ്കൂളിലെ കമ്പ്യൂട്ടർ നോക്കി പഠിച്ചാ മതി. ഇന്റർനെറ്റ് കണക്ഷൻ വലിച്ച വകയില് കേബിൾ ആയിരുന്നു ഇപ്പൊ 2000 രൂപ കൊടുക്കണം. കേബിളിന്റെ മോളത്തിന്റെ പൈസ. അതിന് മോനെ ഇവിടുത്തെ കേബിൾ വലിച്ചേ. ഈ കറുത്ത തടിച്ച വയറില്ലേ, ഇതിന്റെ ഉള്ളിൽ കൂടാണ് മോഹൻലാലും മീനും ഒക്കെ വരുന്നത്. അല്ല മീനൊക്കെ ഇതിന്റെ അകത്ത് കൂടെ വരൂ? ഓ മീനല്ല, മീൻകാരാ മീനാ. ഓർക്ക് രണ്ടാക്കും പെരന്റെ ഉമ്മർത്ത് കൂടെ വന്നൂടെ? ഓരോന്നിനെ വളഞ്ഞ വഴിക്ക് വരാൻ നിക്കണേ. ഞാൻ വയറും കൊണ്ട് പൊക്ക്, ആ കത്തിങ്ങെടുക്ക്. ഇരുമ്പ് മുറിക്കണ വാളോടെ മുറിച്ചു തരാൻ ഞാൻ. ഉപ്പാനോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഉപ്പാന്റെ കയ്യിൽ മാസാമാസം കൊടുക്കാൻ പൈസ കലാബോധമില്ലാത്ത മീൻകാരനെ. ഉപ്പാനോട് ചെമ്മീൻ സിനിമ എന്നിട്ടാ പറഞ്ഞാ മതിയായിരുന്നു. ശരിക്കും ചൈനന്റെ സാധന അതേമാതിരി. ആ മോനെ റിസ്വാനെ അവിടക്ക് മൂപ്പർക്ക് അടുത്താളെ കിട്ടിയിട്ടുണ്ട്. എന്താ റിസ്വാനെ നിന്റെ മുഖത്തൊരു വാട്ടം, ഒരു വേപ്പത്തു? എനിക്ക് എന്റെ പറയിൽ ജീവിക്കാൻ പറ്റണ്ടായി. അപ്പൊ നീ സൈക്കിളിന്റെ ഉള്ളിൽ നാടിട്ടു പോവാ? ഓ അല്ല, ഇത്തിരി സമാനം കിട്ടാ പുറത്തേക്ക് ഇറങ്ങിയതാ. എനിക്ക് സമാധാനം വേണ്ടേ? തങ്ങളെടുത്തുണ്ടോ? പിന്നില്ലാണ്ട് ഒക്കെ നമ്മളെ കൈ സ്റ്റോക്ക് ഉണ്ട് മോനെ. എന്റെ പ്രശ്നം എന്താന്ന് പറയും. ഉപ്പ പോരാൽ ഇന്റർനെറ്റ് കണക്ഷൻ എടുക്കാൻ സമ്മതിക്കുന്നില്ല. ഞാൻ കണക്ഷൻ വലിച്ച വേറെ ഉപ്പ കട്ട് ചെയ്ത. അപ്പൊ അതാണ് എന്റെ പ്രശ്നം. ഈ പ്രായത്തിൽ ഒരേലൊരു നെറ്റ് വേണം മോനെ. നമ്മൾ കാണാത്ത ലോകം മുഴുവൻ നെറ്റ് നമ്മളെ കാണിച്ചിരും. നെറ്റിൽ കുറെ കിടില സൈറ്റുകളുണ്ട്. അതൊക്കെ കാണുമ്പോ ആകെ മൊത്തൊരു കുളിര, ഒരു കോരിത്തരപ്പാ. അതിന് പൊരേ നെറ്റ് എടുക്കാൻ ഉപ്പ കാശ് തരുന്നില്ല. കാശ് ഞാൻ തന്നാലോ? കാശ് എന്നാ സുണട്ട വലിയ മനസ്സിലാന്ന് ഞാൻ പറയും. അത് ഈ ആരോടും പറയൊന്നും വേണ്ട, പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. കാശ് മാത്രല്ലടൂ, മോൻ നെറ്റ് ഉപയോഗിക്കുന്നതിന് മുഴുവൻ ചെലവ് ഞാൻ എടുക്കാം. നിങ്ങളൊരു വലിയ വലിയ മനുഷ്യനാണ് സൂണേട്ട. അതെല്ലാരും പറയുന്നുണ്ട്. എന്നാൽ ഈ വലിയ മനുഷ്യനെ മോൻ ചെറിയൊരു ഉപകാരം ചെയ്യോ? തീരെ ചെറിയൊരു ഉപകാരം. സൂണേട്ടൻ എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യും. വലിയൊരു സേവനാണ് മോൻ ചെയ്യാൻ പോകുന്നത്.
മോഹൻലാലിന്റെയും ദിലീപിന്റെയും പടം ഇവിടെ ഇറങ്ങുമ്പോ ഇവിടെയുള്ള ആൾക്കാർ അത് കണ്ട് പുളകിതരാവുക. എന്നാൽ അക്കരെയുള്ള ആളുകൾ ഇത് കാണാൻ കഴിയാതെ വീർപ്പ് മുട്ടുക. ആ വീർപ്പ് മുട്ടലിന് ഒരു ആശ്വാസം, ഒരു സേവനം ചെയ്തൂട മോനെ. ശരിയാ, ഇവിടെ ന്യൂ ജനറേഷൻ സിനിമ ഇറങ്ങുമ്പോ വിദേശ ന്യൂ ജനറേഷൻകാർക്ക് അത് കാണാൻ പറ്റുന്നുണ്ടാവൂല്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. സിനിമ ഇറങ്ങുമ്പോ ഞാനത് കോപ്പി ചെയ്ത് പെൻഡ്രൈവിലാക്കി മോൻ തരും. മോൻ അത് ഇന്റർനെറ്റിലേക്ക് അപ്ലോഡ് ചെയ്യണം. കാണേണ്ടവർ അവിടെ ഇരുന്ന് കാണട്ടെ. നമ്മൾ സിനിമാ പ്രേമികൾക്ക് അത്രയൊക്കെയല്ലേ ചെയ്യാൻ പറ്റൂ. അത് ഞാൻ ഏറ്റു. പക്ഷെ സിനിമ അപ്ലോഡ് ചെയ്യുമ്പോ പിടിക്കപ്പെട്ടാലോ? പ്രായപൂർത്തിയാവാത്ത നിന്നെ പോലുള്ള ചെക്കന്മാരൊക്കെ വെറുതെ വിടുടൂ. ജാമ്യം കിട്ടും നിനക്ക് പെട്ടെന്ന്. നിനക്കൊക്കെ എന്ത് തെറ്റിത്തരം ചെയ്യാം. എന്നാലും പോലീസ് സ്റ്റേഷൻ കയറുന്ന കാര്യം ആലോചിക്കുമ്പോ സ്കൂളിന്റെ പടി കയറും പോലെ ഐശ്വര്യായിട്ട് വലത് കാല് വെച്ച് അങ്ങോട്ട് കേറുക. ഞാൻ എത്ര സ്റ്റേഷൻ കണ്ടതാ. ആദ്യത്തെ പ്രാവശ്യം കേറുമ്പോ നെഞ്ചൊന്നും പിടിക്കും, പിന്നെ അത് ഉണ്ടാവൂല. പിന്നെ നെഞ്ച് പിടിക്കൂലേ? ചത്തു വന്നോന്നോ? അതോ പോലീസുകാർ നെഞ്ചിടിച്ച് കലക്കും? അതല്ല മോനെ, ഒരു തവണ സ്റ്റേഷന്റെ പടി കയറുമ്പോ പേടിയൊക്കെ പമ്പ കടക്കുന്ന പറഞ്ഞേ. എന്നാലും പിടിക്കപ്പെടുമോ എന്നൊരു പേടി. 10 പേര് കുറ്റം ചെയ്യുമ്പം ഒരാളിലെ പിടിക്കുന്നുള്ളൂ. മോനെ പിടിക്കാതെ ഞാൻ നോക്കിക്കോളാം. നല്ല കാശിട്ടു. അപ്ലോഡ് ചെയ്യുന്ന ഓരോ സിനിമക്കും മോന് കാശിട്ടു. ബാപ്പരാതെ നിനക്ക് നല്ല പൈസക്കാരനാകുകയും ചെയ്യാം. നിനക്ക് വേണേ പണം പിടിക്കുകയും ചെയ്യടാ. അത് കൊള്ളാവുന്നൊരു ഐഡിയ ആണ്. പക്ഷെ വീട്ടിലെങ്ങനെ ഇന്റർനെറ്റ് കയറ്റുന്നതാണ് ഇപ്പത്തെ പ്രശ്നം. ഉപ്പ കേബിൾ കണ്ടാ വലിച്ചൂരു. പരിഹാരമില്ലാത്ത പ്രശ്നം ഉണ്ട്. ഇതാ നോക്ക്, നെറ്റ് സെറ്റർ, 4G നെറ്റ് സെറ്റർ. ഇത് കുത്തിയാ മതി, നല്ല സ്പീഡിൽ നെറ്റ് കിട്ടും. ഇങ്ങനെയൊരു സംഗതി വീട്ടിലുള്ള ബാപ്പേട്ട അറിയാൻ പോണില്ല. ഇതിനൊക്കെ ഒരുപാട് പൈസ വരും സൂണേട്ടാ. പണം പോയി പവർ വെച്ചടാ. നീ ഇതങ്ങോട്ട് പിടിക്കി. ഇന്ന് രാത്രി കുറെ നല്ല നല്ല സൈറ്റുകൾ കാണും. എന്നിട്ട് മനസ്സൊന്ന് കുളിർപ്പിക്ക്, നല്ലോണം തടുക്കട്ടെ. ചെല്ലി ചെല്ലി. തന്റെ ഉപ്പയെ കൊണ്ടുപോയി മ്യൂസിയത്തിൽ വെക്കേണ്ട കാലമായി. അയാളെ പോലെ ഔട്ട്ഡേറ്റഡ് ആയ ഒരു ഫാദറെ താൻ എങ്ങനെ സഹിക്കുന്നു? ഉപ്പാക്ക് നമ്മൾ ടീനേജേഴ്സിന്റെ മനസ്സിലാവാഞ്ഞിട്ടാ. തന്റെ വീട്ടിൽ നടന്ന് എന്റെ വീട്ടിലായിരിക്കണം. ഞാൻ അവിടെ ഒരു വിപ്ലവം നടത്തിയാണ്. പുതിയ ജനറേഷന്റെ ശക്തി തെളിയിച്ചു കൊടുക്കണം, കാണിച്ചു കൊടുക്കണം നമ്മുടെ പേരൻസിന്. ഉപ്പാക്കിട്ട് ഒരു പണി കൊടുക്കണമെന്ന് ഞാനും വിചാരിച്ചതാ. എത്ര പണിപ്പെട്ട അറിയോ പുരയിലേക്ക് കേബിൾ വെച്ചത്. നല്ല സ്പീഡിൽ നെറ്റ് പോയിക്കൊണ്ടിരുന്നതാ. അതാണ് ഇപ്പൊ മീൻപെടുത്ത കത്തിയോണ്ട് അറുത്ത് മാറ്റി. നിന്റെ ഇപ്പൊ ഇക്കാലത്തൊന്നും ജീവിക്കേണ്ട ആളല്ല. അയാൾക്ക് ചെറിയൊരു ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കണം. ഉപ്പാനെ ഷോക്ക് അടിപ്പിക്കാനോ? അതൊന്നും വേണ്ട. ആള് കാലിയാല് സിനിമ കാണാനല്ല ചില്ലറ കാശ് പോലും കിട്ടൂല. എടോ ഒന്ന് പേടിപ്പിച്ച് വിട്ടാമെന്നാ ഞാൻ ഉദ്ദേശിച്ചത്. ടീനേജിനോട് കളിക്കാൻ ഇനി അയാളുടെ കൈ പൊങ്ങരുത്. അപ്പൊ ഉപ്പാന്റെ കൈ അടിച്ചൊടിക്കണം നീ പറയുന്നേ? അതല്ല ഉദ്ദേശിച്ചത്. ഉപ്പയെ അടിക്കൊന്നും വേണ്ട, പക്ഷെ അയാളുടെ മനസ്സ് വേദനിക്കണം. നോവിച്ചു വിട്ടത് ഒരു ന്യൂ ജനറേഷൻകാരന്റെ മനസ്സിനെയാണ്. അതിന് പ്രതികാരം ചെയ്യണം. റിവെഞ്ച് എങ്ങനെ വേണമെന്നാ നീ പറയുന്നേ? സോ സിമ്പിൾ. നാളെ ഫ്രൈഡേ 4 പുതിയ റിലീസ് ഉണ്ട്. അതിലൊരു സിനിമ നീ ഇന്റർനെറ്റിൽ അപ്ലോഡ് ചെയ്തോ. അതോടെ നിന്റെ ഉപ്പ അകത്ത്. അകത്തോ? എടാ അകത്ത് പറഞ്ഞ ജയിലിനകത്ത്. അല്ലോ, ഉപ്പ എത്ര കാലം കിടക്കേണ്ടി വരും? അതേ കാലൊന്നും വേണ്ടി വരില്ല. ഒന്നകത്ത് പോയി ജയിലൊക്കെ കണ്ടുവരട്ടെ. എന്നും ഇങ്ങനെ മീൻ വിറ്റ് നടന്നാ മതിയോ? സിനിമ അപ്ലോഡ് ചെയ്താൽ എന്നെയല്ലേ പോലീസ് പിടിക്കുക? നീ പത്രം വായിക്കാറില്ലേ? പത്രം കൃത്യമായി വായിക്കണം. പല കുരുട്ടുബുദ്ധികളും നമുക്ക് പറഞ്ഞു തരുന്നത് പത്രങ്ങളാണ്. എടോ, കുട്ടികൾ സിനിമ അപ്ലോഡ് ചെയ്താൽ രക്ഷിതാക്കൾ ജയിലിലാവും. അപ്പൊ രക്ഷിതാക്കളോട് കലിപ്പുള്ള കുട്ടിക്ക് പ്രതികാരം ചെയ്യാൻ എളുപ്പല്ലേ? ഒരു സിനിമ എടുത്ത് ഇന്റർനെറ്റിലേക്ക് അങ്ങ് ഇട്ടാ പോരെ? ഹോ, എന്തൊരു നല്ല ഐഡിയ. ഉള്ള ബുദ്ധിയൊക്കെ ഉപയോഗിച്ചിരുന്നേൽ ഞാൻ ആരായനെ. എന്റെ ഉപ്പാനൊന്ന് ജയിലിൽ കാണിക്കണം എന്ന് എനിക്കും ഉണ്ട്. എന്റെ ഇന്റർനെറ്റ് മോഹം അറുത്തു മാറ്റിയ ആളല്ലേ. കുറച്ചാലും ജയിലിൽ കിടക്കട്ടെ. നമ്മളോട് ചെയ്യുന്നതിന് അപ്പം മറുപടി കൊടുത്തില്ലെങ്കിൽ പിന്നെ അവര് നമ്മുടെ തലയിൽ കയറും. അത് സമ്മതിക്കാൻ പാടില്ല. നമ്മുടെ ശക്തി നമ്മൾ അവർക്ക് കാണിച്ചു കൊടുക്കണം. ഇത് കണ്ടോ? സിനിമ അപ്ലോഡ് ചെയ്യാൻ സുഗുണേട്ടൻ തന്ന നെറ്റ് സെറ്ററാ. ഞാനാണ് സുഗുണേട്ടനെ നിന്റെ അടുത്ത് പറഞ്ഞു വിട്ടത്. ചേട്ടൻ ആദ്യം വന്ന എന്റെ അടുത്താ. എന്റെ അച്ഛനോട് എനിക്ക് പിന്നെ പ്രത്യേകിച്ച് ദേഷ്യമൊന്നുമില്ലല്ലോ. ഏതുനേരം പഠിക്കണം എന്ന് പറഞ്ഞ് വെറുപ്പിക്കും. അതിന്റെ പേരിൽ അച്ഛനെ ജയിലിലാക്കുന്ന മോശല്ലേ? നിനക്കാണെങ്കിൽ പ്രതികാരത്തിനൊരു കാരണം ഉണ്ടല്ലോ. സിനിമ അപ്ലോഡ് ചെയ്യുന്ന കാര്യമൊക്കെ ഞാൻ ഇട്ടു, പക്ഷെ അതിന്റെ മൂവി ഫയൽ എവിടെ നിന്ന് ഇട്ടു? സോ സിമ്പിൾ. അതൊക്കെ ഏത് തിയേറ്ററിൽ നിന്ന് കോപ്പി ചെയ്ത് സുഗുണേട്ടൻ എത്തിച്ചേരും. എന്നാലും ഉപ്പ ജയിലിൽ പോയാ പൊരയിലേക്കുള്ള ചെലവിന്റെ പൈസ ഉണ്ടാക്കും. അതിനുള്ള കാശ് ആയിരുന്നു സുഗുണേട്ടൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ? ഒക്കെ നിന്റെ അക്കൗണ്ടിലേക്ക് വരും. സ്കോളർഷിപ്പ് കൈപ്പറ്റാൻ തുറന്ന ബാങ്ക് അക്കൗണ്ടിലേക്ക് വിദേശത്ത് നിന്ന് പണം എത്തിക്കൊണ്ടേയിരിക്കും. പതുക്കെ പതുക്കെ നിനക്കൊരു സിനിമ പിടിക്കാം. അപ്പോ ഞാനൊരു സിനിമ പിടിക്കുമ്പോ അതാരെങ്കിലും ഇങ്ങനെ അപ്ലോഡ് ചെയ്താലോ? അത് നീ സിനിമ പിടിക്കുമ്പോഴല്ലേ? അത് നമുക്ക് അപ്പ ആലോചിക്കാം. ഇപ്പൊ നേരം കളയാണ്ട് നീ ചെല്ല്, 4 കാശ് ഉണ്ടാക്കാൻ നോക്കും. ഓക്കെ.
ബാലേട്ടാ ഇതെങ്ങോട്ടത്? നമ്മളെ പെരക്കുള്ള വയ്യല്ലേ ഇത്? ഞാൻ തന്റെ വീട്ടിലേക്ക് തന്നെ ആടോ. അതിന്റെ എനിക്ക് അർജന്റായിട്ടൊരു മെയിൽ അയക്കണം. ആ തന്റെ വീട്ടിൽ ഇന്റർനെറ്റ് ഉണ്ടല്ലോ അല്ലേ? ഇല്ല. ആ, പഠിക്കുന്ന 2 കുട്ടികളുടെ വീടല്ലേ മൂസ? അവിടെ കമ്പ്യൂട്ടറും ഇന്റർനെറ്റും ഒക്കെ വേണ്ടേ? അതിപ്പോ കുട്ടികൾ പടക്കായി പോന്ന് വെച്ചിട്ടാ നമ്മളെ കട്ടായി കഴിഞ്ഞേ. താൻ എന്തൊരാളാടോ? കുട്ടികൾ വഷളാവാൻ ഇന്റർനെറ്റ് തന്നെ വേണോ? എടോ, ഏത് സാധനത്തിനും ഉപയോഗവും ദുരുപയോഗവും ഉണ്ട്. ഇന്റർനെറ്റും അതുപോലെയാ. ആകെ കുഴപ്പം പിടിച്ച സ്ഥാനാണ് ഈ ഇന്റർനെറ്റ്. അത് നമ്മള് കേട്ടു. അതിന്റെ അകത്ത് നോക്കിയാലേ തുണി വാങ്ങാൻ കഴിവില്ലാത്ത നാട്ടിലെ മദാമ പെണ്ണുങ്ങൾ മുഴുവൻ അങ്ങനെ നടക്കണ കാഴ്ച കാണാം. മൂസാനോട് ആരാ ഈ മണ്ടത്തരമൊക്കെ പറഞ്ഞത്? മണ്ടത്തരല്ല ബാലേട്ടാ, നമ്മളെ കണ്ണുകൊണ്ട് കണ്ടതാ. ദുബായിൽ അളിയനെ കമ്പ്യൂട്ടറിൽ കണ്ട് ഫോൺ ചെയ്യാന്ന് പറഞ്ഞ് ആ സുഗുണ നമ്മളെ കൂട്ടിക്കൊണ്ടുപോയതാ ടൗണില്. കോഴിക്കൂട് പോലത്തെ ഒരു കൂട്, അതിൻ്റെ ഉള്ളിലാ കമ്പ്യൂട്ടർ. എന്നിട്ട് നമ്മൾ കണ്ടതോ ഒരു കീറ തോർത്ത് പോലും വാങ്ങാൻ കഴിവില്ലാത്ത മദാമ പെണ്ണുങ്ങളെ. നമ്മൾ ഒന്നേ നോക്കിയുള്ളൂ, തുണി വാങ്ങാൻ കഴിയില്ല, പക്ഷെ നല്ല കൂളിംഗ് ഗ്ലാസും ചെരുപ്പൊക്കെ ഇട്ടിക്കണവര്. ഈ മദാമമാരൊരു കാര്യമല്ലേ ബാലേട്ടാ? അങ്ങനത്തെ സൈറ്റുകളും കാണും ഇന്റർനെറ്റിൽ. എന്നാൽ അത് മാത്രമല്ല ഇന്റർനെറ്റ്, അത് തുറന്നിടുന്ന വലിയൊരു ലോകമുണ്ട്. മൂസ, മുല്ലപ്പൂ വിപ്ലവം എന്ന് കേട്ടിട്ടില്ലേ? മുല്ലപ്പൂവ് നമ്മളടുത്ത് മീൻ വാങ്ങാൻ വരുന്ന പെണ്ണുങ്ങളൊക്കെ തലേ ചൂടി കണ്ടിക്കണ്. അല്ല, ഓരോക്കെ കമ്മ്യൂണിസ്റ്റാരാ? എടോ, അറബി നാടുകളിൽ ജനാധിപത്യത്തിന് വേണ്ടി നടന്ന മുന്നേറ്റ സമരമാണത്. ജാസ്മിൻ റവല്യൂഷൻ. ലക്ഷങ്ങൾ തെരുവിലിറങ്ങാൻ ഇടയാക്കിയത് ഇന്റർനെറ്റാണ്. തന്നെ? അത് നമ്മൾ അറിഞ്ഞില്ലട്ടോ. വിപ്ലവം നടക്കുന്ന സമയത്ത് മൂസ മീൻ വിൽക്കാൻ വന്നപ്പോഴൊക്കെ ഞാനത് പറഞ്ഞതാണല്ലോ. ബാലേട്ടൻ പറയേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഇച്ചവിട്ടിക്കൂടി കേട്ടിട്ട് ഇച്ചവിട്ടിക്കൂടി വിട്ടാളൂ. അതാ കുഴപ്പം. ഏതായാലും ഇന്റർനെറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ മൂസയുടെ വീട്ടിലേക്ക് ഇപ്പോഴില്ല. ടൗണിൽ ഏതെങ്കിലും കടയിൽ നോക്കാം. ആ പെരേലി ചെക്കൻ സിനിമ കാണാൻ വേണ്ടി മാത്രം ഇസാൻ ഉപയോഗിക്കണേ. അതുകൊണ്ടാണ് നമ്മൾ വേണ്ടാച്ച്. അവൻ സിനിമ കണ്ടാലും സിനിമ ഇന്റർനെറ്റിൽ കയറ്റി വിട്ടാലും അവന് യാതൊരു പ്രശ്നമില്ല. പ്രശ്നം മൂസയ്ക്കാ. ജയിലിൽ പോകേണ്ടി വരും. സൂക്ഷിച്ചോ. അതോ ചെക്കൻ എന്തെങ്കിലും ഒപ്പിച്ചു വെച്ചിട്ട് ജയിലിൽ പോകണം നമ്മളോ? സൂക്ഷിച്ചാൽ നല്ലത്. ആ, പിന്നെ മൂസ, പാത്തുമ്മ ദൃശ്യം കണ്ടു എന്ന് സ്വർണ്ണലത പറഞ്ഞു. എന്ത് ദൃശ്യം കണ്ടോള്? ദൃശ്യം, മോഹൻലാലിന്റെ പടം. അതോള് കണ്ടിക്കണേ. എന്നാൽ അതൊന്ന് ഈ പെൻഡ്രൈവിൽ കോപ്പി ചെയ്ത് തരാൻ റിസ്വാനോടൊന്ന് പറയണം. ഇതെന്താ സാധനത്? പെൻഡ്രൈവ്. തിയേറ്ററിലൊക്കെ പോയി സിനിമ കാണാൻ മുടിഞ്ഞ കാശാ മൂസ. അപ്പൊ ഓൻ അതിന്റെ അകത്ത് തോണ്ടിയെടുത്ത സിനിമ ഇങ്ങക്ക് ഇതിന്റെ അകത്ത് വേണോ? അല്ല, ഈ സിനിമ ഇപ്പൊ പെരെ കിട്ടുന്നതിന്റെ പിന്നില് അമേരിക്കന്റെ കൈ എന്തെങ്കിലും ഉണ്ടാവും ബാലേട്ടാ? പക്ഷെ അമേരിക്കൻ മലയാളികളുടെ കൈയുണ്ട് ഇതിന്റെ പിന്നിൽ. അവർക്ക് കാണാനാ അവർ കുട്ടികളുടെ അക്കൗണ്ടിൽ പണം ഇട്ടിട്ട് ഈ സിനിമ അപ്ലോഡ് ചെയ്യിക്കുന്നത്. നെത്തോലിന്റെ വലിപ്പമുള്ള സ്ഥാനത്തിൽ അപ്പൊ സിനിമ കേട്ടല്. പണ്ട് ഞമ്മളെ ലീല തിയേറ്ററിൽ സിനിമ പെട്ടി കൊണ്ടു കൊടുത്തിനി. തകരത്തിന്റെ വെല്ലു വെട്ടി. കാലം പോയി ഒരു പോക്കേ. ഇപ്പൊ സിനിമ ഇതിന്റെ ഉള്ളിലല്ലേ? പടം കോപ്പിയേ നാളെ മീനും കൊണ്ടുവരുമ്പോ തന്നാ മതി. ഓ, അല്ല, ഇനിയിപ്പോ പുതിയ സിനിമ നിങ്ങൾക്ക് തന്നതിന്റെ പേരില് പോലീസ് നമ്മളെ പിടിക്കുവോ? പിടിക്കുന്നുണ്ടെങ്കിൽ മൂസയെ പിടിക്കൂ, എന്നെ പിടിക്കില്ല. പിടിച്ചാലും പിടി വിടാണ്ടക്കൂലേ? കൊലക്കുറ്റൊന്നും അല്ലല്ലോ. ഇപ്പൊ ബാലേട്ടൻ മെയിലയക്കാൻ വന്നോന്നല്ല ചുരുക്കത്തില്. സിനിമാക്കളി ഇതിന്റെ അകത്ത് കോപ്പി ചെയ്യാൻ വന്നാ. അപ്പൊ ബൈ കണ്ടപ്പോ നമ്മളാ പണി ഏൽപ്പിച്ച്. അത് കൊള്ളാം. നിങ്ങൾ വല്ലാത്ത മനുഷ്യൻ തന്നെയാണ്. കമ്മ്യൂണിസ്റ്റ് തന്നെയാ. നമ്മളേറ്റ് പോയിക്കോളിന്നാല്. മോനെ റിസ്വാനെ, എന്താ അമ്മ? ഉമ്മാക്ക് ബോറടിക്കണേ. ഒരു സിനിമ ഉണ്ടാലോ? കണ്ടാ ബോറടിക്കുന്ന പടങ്ങളാണ് ഉമ്മ ഇപ്പല്ലോ. ഈ ദുൽഖർ സൽമാൻ ദം ബിരിയാണി ഉണ്ടാക്കുന്ന ഒരു സിനിമ അല്ലയോ? ആ കണ്ട പിന്നെ മനസ്സ് നിറഞ്ഞ് ഒരു ബിരിയാണി മൊബൈൽ ഉണ്ടടാ. ഉപ്പാനോട് പറയും ഇന്റർനെറ്റ് എടുക്കേ. കേബിൾ കട്ട് ചെയ്തിടുമ്പോ രണ്ടാളും മിണ്ടാണ്ട് കുത്തിരുന്നല്ലേ. ഉപ്പ വന്നിട്ട് ഞാൻ പറയാം. എനിക്കും അത്യാവശ്യം ഉണ്ട് ഇന്റർനെറ്റ്. സ്കൂളിൽ കൂടെ പഠിച്ച എല്ലാ ഫ്രണ്ട്സിനെയും ഫേസ്ബുക്ക് കണ്ടുപിടിക്കണം. പല ഫ്രണ്ട്സിനെയും മിസ് ചെയ്യുന്നു. ഫ്രണ്ട്സിനെ കിസ് ചെയ്യാനോ? എന്താ പറയണേ? എന്റെ ഉമ്മ കൂട്ടുകാരെ കണ്ടുപിടിക്കാനുള്ള വെബ്സൈറ്റ് ആണ് ഫേസ്ബുക്ക്. കണ്ടുപിടിച്ചിട്ട് അവരോട് ചാറ്റ് ചെയ്യണം. ദാ കണ്ണ് കണ്ട ചെക്കന്മാരോട് ചാറ്റാനും ചീറ്റാനും നിന്നാണ്ടല്ലോ എന്റെ മുട്ടുകാൽ ഞാൻ തല്ലി ഓടിക്കും. ഉമ്മ ചീറ്റണ്ട. ചാറ്റ് ചെയ്താൽ എന്താ കുഴപ്പം? ഞാൻ ചാറ്റ് ചെയ്യും. ഉമ്മ, ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ മിണ്ടുന്നത് ഒരു തെറ്റല്ല. സാധാരണയാ. ഒന്ന് കണ്ടാലോ മിണ്ടാലോ ഒരു അപകടവും പറ്റൂല. എന്താ ഒരു വട്ടമേശ എല്ലാരും കൂടെ? ഞങ്ങൾ എല്ലാരോടും സീരിയസ് ആയിട്ട് ഒരു നിവേദനം വെക്കാൻ പോവുക. ഉപ്പ, എത്രയും പെട്ടെന്ന് ഇവിടെ നെറ്റ് എടുക്കണം. പഠിക്കാനുള്ള പലതും ഉണ്ടാവും അതില്. അതിപ്പോ ബാലേട്ടനും പറഞ്ഞു. കേബിൾ മാറ്റി പുതിയ ഒന്ന് കെട്ടാൻ ഞാൻ ചാനലരോട് പറഞ്ഞിരിക്കുന്നു. ഇനി ഇന്റർനെറ്റ് പുരയില്ലാത്ത കാര്യം കൊണ്ട് ഇവരെ പഠിത്തം മുടങ്ങി പോകണം. നല്ല ഉപ്പ, സ്വീറ്റ് ഫാദർ. സോപ്പിടൊന്നും വേണ്ട. രണ്ടാളോട് ഒരു കാര്യം പറഞ്ഞുതരാം. ഇപ്പറഞ്ഞ സാധനം ഉണ്ടല്ലോ ഇന്റർനെറ്റ്, അത് നേരാമണ്ണം നോക്കിയും കണ്ട് ഉപയോഗിച്ചില്ലെങ്കിൽ
അന്ന് അറുത്തിട്ടാണ് ഞാൻ അതിന്റെ കേബിൾ. ഇങ്ങോട്ടൊക്കെ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഞങ്ങളെ രണ്ടാളെ ഓരോ കണ്ണി അതിന്റെ അകത്ത് ഉണ്ടാവും. അപ്പൊ മറ്റേ കണ്ണട പോയി ഉമ്മ. ഒറ്റെടുത്തോ? നിങ്ങളെ ഈ ചെക്കനെ നോക്കിയാ മതി. എന്തെങ്കിലും ഒപ്പിക്കാണ് ഇവനെ അത് ചെയ്യും. ഇത്താത്താനെ നല്ലോണം നോക്കിക്കോളി. നടി ഷെഫ്നെ ഒരു ഇന്ത്യ ചക്കരെ കല്യാണം കഴിച്ചു ഫേസ്ബുക്കിൽ വലയം പിരിച്ച് ചെക്കന്മാരിങ്ങനെ കുത്തിരിക്കുന്നുണ്ടാവും. നോക്കിക്കോളി. പിന്നെ വീഴാനൊരു വല നോക്കി നിക്കല്ലേ ഞാൻ. അത് പോടാണ്. പഠിക്കാനുണ്ടെന്ന് പറഞ്ഞ എന്തു കുന്ത്രാണ്ടവുമായി കൊണ്ടുവരും നിങ്ങളെ ഉപ്പ. എന്നോട് സ്നേഹില്ല, നിങ്ങളോടെ സ്നേഹുള്ളൂ. ഓരോരു കര പറ്റിക്കോട്ടെ പാത്തു. അന്നനിപ്പൊ സ്നേഹിച്ചിട്ട് എന്ത് കിട്ടാനാണ്? സ്നേഹിച്ചിട്ട് നിങ്ങൾക്ക് ഒന്നും കിട്ടാനില്ല. ഇനി മാണ്ടകളെ സ്നേഹം നിങ്ങൾ വേറെ പെണ്ണുങ്ങളെ എന്താണ് മക്കളെ നിങ്ങളെ ഉമ്മ ഇങ്ങനെയായി പോയത്? മൂസക്ക അവിടേക്ക് ഒരു വിവരം പറയാണ്ടേ ഇനി. നിങ്ങൾ ഇന്ന് മീവ് കമ്പോട്ടോ. എന്താടോ പോലീസ് കണ്ട പ്രശ്ന. അതിന് ഞാനാരെയും കൊന്നില്ലല്ലോ. പോലീസ് കണ്ട മൂസക്കനെ അറസ്റ്റ് ചെയ്യും. അതിന് വെറുതെ പോലീസ് പിടിക്കാൻ പോലീസിന് എന്തോടെ പിരാന്താ? വെറുതെ പിടിച്ചിട്ടുണ്ടോന്നല്ല, സിനിമാക്കാരൊക്കെ നിങ്ങളെ നേരെ തിരിഞ്ഞിട്ടുണ്ട്. അതിന് മമ്മൂട്ടി മോഹൻലാലൊക്കെ മീം വെക്കാൻ തുടങ്ങിയോ? നമ്മള് ശത്രുക്കളാവായി ഓരോ മുന്നിൽ ഞമ്മള് വരും പരലല്ലേ സൂണ. മോഹൻലാലിന്റെ സിനിമയല്ലേ നിങ്ങളെ പൊരേ ഇന്റർനെറ്റിലേക്ക് കയറിയത്. ലാലേട്ടൻ മീശിയും പിരിച്ച് സവാരി ഗിരിഗിരിന്ന് പറഞ്ഞ് ഫോർത്ത് ഗിയറിൽ ഒരു വന്നാണ്ടല്ലോ. മൂസക്കങ്ങൾ ഇച്ചിച്ച് പാത്തി പോവും. അല്ല അതിപ്പോ മോഹൻലാല് മീശ പിരിക്കാണ്ട് വന്നാലും പാത്തണ്ട ഞമ്മള് പാത്തു നന്നായിട്ട് വെള്ളവും കുടിക്കൂ. പക്ഷെ ഇത് മോഹൻലാൽ ആവൂല മൂസക്ക വരുന്നത്, പോലീസായിരിക്കും. പിന്നെ മോഹൻലാല് പോലീസിന്റെ ബസ്സിൽ വരട്ടെ, കാണാനൊരു കുളൂസായിക്കല്ലോ. ഞമ്മളെ പുറയിലേക്കല്ലേ വരുന്നേ. എന്തേ അല്ല ഇതിപ്പോ എങ്ങനെയാ ഈ അറിഞ്ഞത്? പോലീസിൽ നടക്കുന്ന കാര്യങ്ങൾ അപ്പ ഞാൻ അറിയില്ലേ. സ്റ്റേഷനിൽ ഞാൻ താമസിക്കുന്നില്ല എന്നുള്ളൂ. ദിവസം അമ്പലത്തിൽ പോകുമ്പോൾ രാവിലെയും വൈകുന്നേരം പോയി ഞാൻ അവിടെ ഒപ്പിടുന്നുണ്ടല്ലോ. എന്നാലും ഞമ്മളെ പേരെന്ന് ആ പടം കയറ്റി വിട്ടവരും എങ്ങനെ പോലീസ് അറിഞ്ഞ്? പോലീസുകാർക്കൊക്കെ ഇപ്പൊ ഒടുക്കത്തെ ബുദ്ധിയാ മൂസക്ക. പണ്ടത്തെ കുട്ടമ്പിള്ളന്റെ കാലല്ലത്. കാക്കി നിക്കറിന് പകരം ഒരു പാന്റ് ഇട്ടോട് കൂടി ബുദ്ധി കൂടി. സൈബർ സെല്ലേ നിങ്ങളെ പുറയിലെ കമ്പ്യൂട്ടറിന്റെ IP അഡ്രസ് നോക്കിയ സംഗതി കണ്ടുപിടിച്ചേ. ആ ചെക്കൻ പടം കയറ്റി വിട്ടേന് ഇപ്പൊ ഞമ്മള് പോയി ജയിലിൽ കിടക്കണോ അല്ലേ? മൂസക്കനെ രക്ഷിക്കാൻ വേണ്ടിയല്ലേ ഞാൻ ഓടിപ്പാഞ്ഞു വന്നത്. ആ കമ്പ്യൂട്ടർ പെട്ടെന്ന് പുറം എടുത്ത് മാറ്റണം. അത് തൊണ്ടി മുതല്. അപ്പൊ ഓന്റെ കമ്പ്യൂട്ടർ എടുത്ത് നമ്മൾ എവിടെയും കൊണ്ട് കളയണം. വേണം മൂസക്ക, ഇല്ലെങ്കിൽ മൂസക്കനെ പോലീസ് പിടിക്കും. അല്ല ഞമ്മളെ പോലീസ് പിടിക്കണേ അനക്കെന്താ ഉത്തര തള്ളോ? മൂസക്കനെ പോലീസ് പിടിച്ച എന്നെയും പോലീസ് പിടിക്കും. ചെക്കൻ അപ്ലോഡ് ചെയ്യാനുള്ള സിനിമ മുഴുവൻ കൊണ്ടു കൊടുത്തത് ഞാനാ. വിദേശ മലയാളികൾ എടുത്തുനിന്ന് കിട്ടുന്ന ചെറിയൊരു കമ്മീഷൻ പെട്ടുപോയതാ മൂസക്ക. അത് ശരി. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളെ കിടപ്പ്. സുഗുണ എന്തായാലും പെരക്കുവാ. ആ കമ്പ്യൂട്ടർ നമ്മൾ എടുത്തുതരാം. ആ സാധനം നമ്മളെ പെരെ കാണരുത്. ഏടേച്ച കൊണ്ടേ കത്തിച്ചാൽ എപ്പ വന്നു ചോദിച്ചാൽ മതി. മൂസക്ക പിടി. സുഗുണ വാ, ഇതെല്ലാം എനിക്ക് വേണ്ട സാധനം കൊണ്ടോട്ടെ വെട്ടിക്കേരി അടുപ്പിൽ പോലീസ് വന്ന ഒരു തൊണ്ടി ഇവിടെ കാണരുത്. 10,000 മുതലാ എങ്ങനെ വെട്ടിക്കൂർന്ന വിചാരിക്കുന്നത്? ആ ഒന്നും നോക്കണ്ട, വെട്ടിക്കേരി ചെയ്താലേ പറ്റുള്ളൂ. തെളിവ് നശിപ്പിക്കണ്ടേ? ആ ഉപ്പ എന്റെ ലാപ്ടോപ്പ് അങ്ങോട്ട് കൊണ്ടുപോണേ. അതിനെ ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോവുക. അതിന് ചെറിയൊരു വൈറ്റൽ വേന, കൊറേ സിനിമയൊക്കെ ബീങ്ങിയതല്ലേ, എനിമ കൊടുത്ത് ഇളക്കാൻ കൊണ്ടുപോവുക. ഉപ്പ അതവിടെ വെക്കാൻ പറയട്ടോ. എന്തിന്? എനിക്ക് അങ്ങോട്ട് കുറെ ആവശ്യങ്ങളുള്ളൂ. എന്താവശ്യം? അതെനിക്ക് കുറെ പഠിക്കാനുണ്ട്. അതിന്റെ പഠിത്തൊക്കെ കുറെ നമ്മള് കണ്ടിരിക്കണം. അതിനകത്ത് സിനിമ കേട്ടാൻ പറഞ്ഞേ. അത് ഉപ്പാക്കിട്ടൊരു പണി തരാൻ ചെയ്തതാ. കേട്ടോ, ഈ ഉപ്പാക്കിട്ടൊരു പണി തരേ മോയ്. ഉപ്പ നെറ്റിന്റെ കേബിൾ വലിച്ചഴിഞ്ഞില്ലേ, അതിനൊരു ഉപ്പാക്ക് ഞാൻ പ്രതികാരം ചെയ്തതാ. ആ എന്നാലേ മോനിട്ട് ഉപ്പ ഒരു പണി തരാൻ പോകുക. ഇനി ഇപ്പരല്ലേ കമ്പ്യൂട്ടർ ഉണ്ടാവും. കായ കൊടുത്ത് നമ്മളിനി കമ്പ്യൂട്ടർ വാങ്ങിയില്ല. മൂസക്ക ഇത് അടിച്ചു പൊളിച്ച് പരിപ്പെടുക്കുന്ന കാര്യം ഞാൻ ഏറ്റു. പൊളിച്ചാൽ ഉപ്പ ഒന്നങ്ങോട്ട് തന്നാലും ഞാൻ നോക്കിക്കോ. മൂസക്കാനെ പോലീസ് പറഞ്ഞ് പേടിപ്പിച്ചപ്പോ കിട്ടിയത് ഒരു കമ്പ്യൂട്ടർ. ചെക്കൻ അപ്ലോഡ് ചെയ്ത സിനിമന്റെ വക കിട്ടിയ കമ്മീഷൻ വേറെ. കുട്ടികൾ സിനിമ അപ്ലോഡ് ചെയ്താൽ രക്ഷിതാക്കൾ അറസ്റ്റിലാവും. എന്ത് സുന്ദരമായ നിയമം! ഇനി ഇങ്ങനത്തെ മനോഹരമായ നിയമങ്ങൾ ഉണ്ടാവോ ആവോ?